അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 18-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരാളാണ് ഷാ വലിയുല്ലാ ദഹ്ലവി. 1703 ജനിക്കുകയും 1762 ഇഹലോകവാസം വെടിയുകയും ചെയ്ത സയ്യിദ് ഖുതുബുദ്ദീൻ അഹ്മദ് വലിയുള്ള ഇബ്ൻ അബ്ദുറഹീം അൽ ഉമരി അദ്ദഹ്ലവി എന്ന ഷാ വലിയുള്ള ദഹ്ലവി 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ്. നഖ്ശബന്ദി ത്വരീഖത്തിൻ്റെ പ്രധാന ഷേഖന്മാരിൽ ഒരാളായിരുന്ന അദ്ദേഹം ആത്മീയ നേതൃത്വവും അതുപോലെ തന്നെ വിവിധ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ പ്രഗത്ഭനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ചിന്തകൾ പിൽക്കാല ഇസ്ലാമിക പണ്ഡിതന്മാരിൽ വ്യക്തമായ സ്വാധീനം ചെലുത്തിയതായി ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഔറംഗസേബിൻ്റെ മരണശേഷം മുഗൾ ഡൈനാസ്റ്റിയിൽ സംഭവിച്ച ആഭ്യന്തര വിപത്തുകൾക്ക് ഷാ വലിയുള്ള ദഹ്ലവി പരിഹാരം കാണാൻ ശ്രമിച്ചതായി നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലൂടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ജാട്ട്, മറാഠ ഗോത്രങ്ങളും വിഭാഗങ്ങളും മുഗൾ ഡൈനാസ്റ്റിയെ തകർക്കുകയും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഷാ വലിയുള്ള ദഹ്ലവി അഹമ്മദ് ഷാ ദുറാനിക്ക് കത്തുകളയച്ച് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഈ മുസ്ലിം ഡൈനാസ്റ്റി വിരുദ്ധ ശക്തികളെ പരാജയപ്പെടുത്തി അവിടെ മുഗൾ ചക്രവർത്തിമാർക്ക്, മുഗൾ സാമ്രാജ്യത്തിന് ഡൽഹിയിലെ അതിൻ്റെ ചുറ്റുപാടുമുള്ള അധികാരം തിരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് ഷാ വലിയുള്ള ദഹ്ലവിയുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ഈ തരത്തിൽ പ്രായോഗികമായ മുസ്ലിം രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളിയായ ഷാ വലിയുള്ള ദഹ്ലവിയുടെ രാഷ്ട്രീയ ചിന്തകളും കൂടി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അനിവാര്യകരമായ കാര്യമാണ്. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ, അൽ ബുദൂറുൽ ബാസിഗ, ഇസാലത്തുൽ ഖഫ എന്ന് പറയുന്ന രചനകളിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചിന്തകളെക്കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഇസാലത്തുൽ ഖഫ എന്ന് പറയുന്ന രചന ഖുലഫാ റാഷിദയെക്കുറിച്ചിട്ടുള്ള ഒരു നല്ല രചനയാണ്. ഖുലഫാ റാഷിദയുടെ ചരിത്രം, ഓരോ ഖലീഫന്മാരുടെയും ജീവചരിത്രവും അവരുടെ ചിന്തകളും പ്രവർത്തനങ്ങളും വിശദമായി തന്നെ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നതായി കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ രചനയിൽ ഖിലാഫ എന്നതിൻ്റെ ഇസ്ലാമിക ഭരണ സംവിധാന വ്യവസ്ഥയെ മുഴുവൻ വശങ്ങളെയും വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നതായി നമുക്ക് ഈ രചനയിൽ കൂടി വായിക്കുവാൻ കഴിയുന്ന കാര്യമാണ്. ഷാ വലിയുള്ള ദഹ്ലവി അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ എപ്പോഴും മനുഷ്യൻ, പ്രപഞ്ചം, അള്ളാഹു എന്ന് പറയുന്ന 3 കണികകളെ മുന്നിൽ വെക്കുന്നതായി കാണുവാൻ കഴിയും. മനുഷ്യൻ്റെ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധവും അതിൽ ആ ഒരു കർത്തവ്യ നിർവഹണ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കുന്നതിൻ്റെ ആവശ്യകതയും ഷാ വലിയുള്ള ദഹ്ലവി ഈ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ കൂടുതൽ വ്യക്തമാക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രകൃതി, പ്രപഞ്ചം എന്നത് അള്ളാഹു മനുഷ്യന് നൽകിയ ഹക്കാണെന്നും ആ ഹക്കിനെ, സത്യം, അള്ളാഹു എന്ന സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഉത്തരവാദിത്തത്തെ, ഹക്കെന്ന് പറയുന്ന ഉത്തരവാദിത്തത്തെ മനസ്സിലാക്കുകയും അള്ളാഹു എന്ന് പറയുന്ന സത്യത്തിലേക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്യം പരിപൂർണമായി പൂർണ്ണതയോടുകൂടി നിർവഹിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഷാ വലിയുള്ള ദഹ്ലവി വിശദമായി സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഷാ വലിയുള്ള ദഹ്ലവിയുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹം
മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ 3 കാര്യങ്ങളിൽ വിദഗ്ധനാക്കുന്നതായി വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതായത് അഭിപ്രായ രൂപീകരണത്തിൻ്റെയും അഭിപ്രായ ആവിഷ്കാരത്തിൻ്റെ കാര്യത്തിലും, അതുപോലെ തന്നെ വിവിധ കഴിവുകളുടെ കാര്യത്തിലും, അതുപോലെ മനുഷ്യൻ സ്വാഭാവികമായും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വീട്, അതുപോലെ തന്നെ ഭക്ഷണം, ആ കാര്യങ്ങളിൽ മനുഷ്യനുള്ള വ്യുൽപ്പത്തി എന്നതിൻ്റെ കാര്യത്തിലുമെല്ലാം വിവിധ ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്നതായി ഷാവലുദ ദഹ്ലവി അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനെ അദ്ദേഹം അസാറു താമ, അതായത് പൂർണ്ണമായ സൈനികൾ അടയാളങ്ങൾ എന്നാണ് അദ്ദേഹം ഈ പറയുന്ന 3 ഘട്ടങ്ങളെ അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ്റെ അനിവാര്യമായ ഗുണങ്ങൾ ആർജിച്ചെടുക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ 3ാമത്തെ ഘടകം എന്ന നിലയിൽ വിവിധ കഴിവുകളെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. മറ്റ് ജീവജാലങ്ങൾക്കുപരി ഈ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആത്മീയമായ പൂർണ്ണത നേടുവാൻ, അതുപോലെ തന്നെ ശാരീരികമായ ഒരു വിൽപ്പത്തി നേടുവാനും ഈ കഴിവുകളിലൂടെ മനുഷ്യന് കഴിയുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്താണ്, അതായത് മനുഷ്യൻ്റെ വിവിധ കഴിവുകളെയും അവൻ്റെ വിൽപ്പത്തിയെയും അവൻ്റെ വൈഭവത്തെയും വിശദീകരിക്കുന്ന ഭാഗത്താണ് ഷാവലുദ ദഹ്ലവി ഇർത്തിഫാഖാത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സോഷ്യോ ആന്ത്രോപോളജിക്കൽ പൊളിറ്റിക്കൽ കൺസെപ്റ്റ് വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 4 സ്റ്റേജുകളാണ് ഇർത്തിഫാഖാത്ത് എന്ന് പറയുന്ന ഈ ഭാഗത്തിന് ഉള്ളത്. അത് സ്വാഭാവികമായ ഒരു മനുഷ്യൻ അവൻ്റെ ഏറ്റവും ബേസിക് അനിവാര്യതകളായ ഭക്ഷണം, ലൈംഗികത, അതുപോലെ താമസം എന്നത് പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ബേസിക് അനിവാര്യതകൾ ഉണ്ടാവുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനെ അദ്ദേഹം അൽ ഇർത്തിഫാഖുൽ അവൽ എന്ന പൊസിഷനാണ് അദ്ദേഹം അതിനെ വിളിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ മനുഷ്യന് അനിവാര്യമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ആ ഒരു സാഹചര്യത്തെ അൽ ഇർത്തിഫാഖുൽ അവൽ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഈ ഘട്ടം കഴിഞ്ഞ് 2ാമത്തെ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ 5 കാര്യങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഈ 5 കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിനെ അദ്ദേഹം അൽ ഇർത്തിഫാഖു സാനി, 2ാമത്തെ ഇർത്തിഫാഖ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒന്ന് അൽ ഹിക്മൽ മആഷിയ, സാമ്പത്തികമായ മികവ്, അൽ ഹിക്മ അൽ ഇക്തിസാബിയ, അതുപോലെ തന്നെ ഈ സമ്പാദ്യം നേടിയെടുക്കുന്നതിലുള്ള വിസ്ഡം, അതിലെ ഹിക്മത്ത്, അൽ ഹിക്മ അൽ മൻസിലിയ, ഒരു വീട്, ഹൗസ് ഹോൾഡുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ഗാർഹിക ലോകവുമായി ബന്ധപ്പെട്ട ഹിക്മത്ത്, അതുപോലെ തന്നെ അൽ ഹിക്മ താമുലിയ, വിവിധ സാമൂഹിക ഇടപെടലുകളെയും ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഹിക്മത്ത്, അതുപോലെ തന്നെ അൽ ഹിക്മ താവുനിയ, സാമൂഹിക ഇടപെടലുകളും പരസ്പരമുള്ള സഹകരണ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കോഓപ്പറേറ്റീവ് വിസ്ഡത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഈ തരത്തിൽ 5 സ്റ്റേജുകൾ, 5 സയൻസുകൾ, 5 വിവര ഭാഗങ്ങൾ മനുഷ്യൻ അത് പൂർത്തീകരിക്കുകയാണെങ്കിൽ, ഈ റിക്വയർമെൻ്റ് അവർ പൂർത്തീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും 2ാമത്തെ ഘട്ടം, 2ാമത്തെ അൽ ഇർത്തിഫാഖു സാനി എന്നത് അത് പെർഫെക്ഷൻ ആയി മാറും, പരിപൂർണത ലഭിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പറയുന്ന 2ാമത്തെ ഘട്ടം സ്വാഭാവികമായും കൂടുതൽ ഫണ്ടമെൻ്റലായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഈ 2ാമത്തെ ഘട്ടം ഈ പറയുന്ന മുഴുവൻ എല്ലാ മാർഗങ്ങളെയും, അതുപോലെ അതായത് ഹിക്മ മാഷിയ, അൽ ഹിക്മ ഇക്തിസാബിയ, അൽ ഹിക്മ മൻസിലിയ, അൽ ഹിക്മ താമുലിയ, അൽ ഹിക്മ താവുനിയ എന്ന് പറയുന്ന ഈ ഹിക്മകൾ പൂർത്തീകരിക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ഏറ്റവും നല്ല ഒരു തരത്തിലുള്ള ഒരു സംസ്കാര സമ്പന്നമായ നാഗരികമായ ഒരു വികസനത്തിന് അത് വഴിയൊരുക്കും എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ പറയുന്ന 5 വിസ്ഡമും 5 ഹിക്മത്തുകളും പരസ്പരം കൊളാബറേറ്റ് ചെയ്ത് പരസ്പരം സഹകരണത്തിൽ കൂടിയാണ് അത് വളരുന്നതെന്ന് പറയുന്നു. ഈ ഒരു വളർച്ച അതൊരു പുതിയ സോഷ്യോ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. അതായത്
അദ്ദേഹം അതിനെ മദീന എന്ന് പറയുന്ന പൊസിഷനാണ് അദ്ദേഹം വെക്കുന്നത്. മദീന എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു സിറ്റിയെ മാത്രം കുറിച്ചല്ല ഷാവുൽ ദഹ്ലവി പറയുന്നത്. ഒരുപാട് സിറ്റികളുടെ ഒരു കൂട്ടത്തെ അദ്ദേഹം അതിന് വിശദീകരിക്കുന്നു. ഈ സിറ്റികളുടെ തമ്മിലുള്ള പരസ്പരമുള്ള സഹകരണത്തെയും അദ്ദേഹം അൽ മദീന എന്ന പേരിട്ട് തന്നെയാണ് വിളിക്കുന്നത്. ഓരോ മദീനയും അല്ലെങ്കിൽ ഓരോ ഭരണകൂടവും അവർക്ക് തമ്മിൽ നല്ല പരസ്പരമുള്ള ബന്ധമുണ്ടാവുകയും ഓരോ മദീനയും നേരത്തെ പറഞ്ഞ പോലുള്ള സകലവിധ റിക്വയർമെൻറ്റ്സുകളും അനിവാര്യതകളും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അത് ഈ മദീനകളുടെ കൂട്ടം ഒരു വലിയ ശക്തിയിലേക്ക് മാറുകയും അത് ഖിലാഫ എന്ന് പറയുന്ന ഇസ്ലാമിക അധികാര സ്ഥാപനത്തിന് വഴിയൊരുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന അനിവാര്യമായ ഒരു പൊസിഷനാണ്. അതിനെ അദ്ദേഹം ഇമാം എന്നുള്ള പേരിട്ടാണ് അദ്ദേഹം വിളിക്കുന്നത്. ഇമാം എന്ന് പറയുന്നത് ഷാബരീലയുടെ കൺസെപ്റ്റിൽ ഏതെങ്കിലും ഒരു സവിശേഷമായ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് മാത്രമല്ല. ഇമാം എന്ന് പറയുന്നത് ഒരു കൂട്ടമാവാം, ഒരു വ്യക്തിയാവാം, ഒരു കൂട്ടമാകാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ ഒരു ഭരണകൂടം നിലനിർത്തിപ്പോകുന്ന ആ കൂട്ടത്തെ അദ്ദേഹം ഇമാം എന്നുള്ള ആശയത്തിലേക്ക് വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ ഇർത്തിഫാഖ് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ തുടക്കത്തെയും ആ ഒരു സമൂഹത്തിൻ്റെ വളർച്ചയുടെ ആദ്യ സ്റ്റെപ്പിനെയും, രണ്ടാമത്തെ ഇർത്തിഫാഖാത്ത് ഒരു സാമൂഹികമായ ഒരു വളർച്ചയുടെ ഒരു സംഘടനയുടെ ആദ്യ രാഷ്ട്രീയ സ്റ്റെപ്പിനെ വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തതും നാലാമത്തതുമായ ഇർത്തിഫാഖാത്തുകൾ അത് ഒരു സൊസൈറ്റിയുടെ പരിപൂർണമായ രാഷ്ട്രീയ സംഘാടനത്തിൻ്റെ അവസ്ഥയെ കുറിക്കുന്നു. നാലാമത്തെ സ്റ്റെപ്പിനാണ് അദ്ദേഹം പറയുന്നത് മദീനകളുടെ എല്ലാ അനിവാര്യതകളും എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച മദീനകളുടെ കൂട്ടത്തെ അദ്ദേഹം ഖിലാഫ എന്ന് പറയുന്നു. ഈ തരത്തിൽ മദീനയും ഖിലാഫത്തിനെയും ചേർന്നുകൊണ്ടുള്ള പരിപൂർണമായ രാഷ്ട്രീയ സംവിധാനമായിട്ടാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന വിവിധ മദീനകൾ ഒന്നിച്ചു ചേരുമ്പോൾ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെടുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ട ഒരു വൈദ്യൻ്റെ ആവശ്യം അനിവാര്യമാണെന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. അദ്ദേഹം അതിന് തബീബുൽ അത്തിബ്ബ, വൈദ്യന്മാരുടെ വൈദ്യൻ എന്ന രീതിയിലാണ് അദ്ദേഹം ഈ പൊസിഷനെ അദ്ദേഹം വിശദീകരിക്കുന്നത്. ആ ഒരു പൊസിഷനിലേക്ക് വരുന്ന അദ്ദേഹമായിരിക്കും ഇമാം അല്ലെങ്കിൽ ഖലീഫ എന്ന് പറയുന്ന പൊസിഷൻ അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ പറയുന്ന നാലാമത്തെ ഇർത്തിഫാഖാത്തിൽ അദ്ദേഹം പറയുന്നു അത് ഇന്റർനാഷണൽ പൊളിറ്റിക്സ്, അന്താരാഷ്ട്ര രാഷ്ട്രീയ ചലനങ്ങളുടെ ഒരു പ്രധാന ഭാഗമായി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഓരോ ഭരണാധികാരികളും അവരുടെ വിവിധ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും വേണ്ടിയും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുവാനും വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തുന്ന ഭാഗമാണ്. അതായത് ഖിലാഫ എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രത്തിൻ്റെ ഒരു വലിയ ഭരണകൂടത്തിൻ്റെ ഒരു അവസ്ഥ രൂപപ്പെടുകയും അത് വിവിധ ഇതര രാഷ്ട്രങ്ങളുമായി വളരെ സുന്ദരമായ സമാധാനപരമായ ഒരു സാഹചര്യം ഒരുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് അവസാന ഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിയാസത്തുൽ മുദുൻ, അതായത് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചിന്തകളിലുമെല്ലാം അദ്ദേഹം ഒരു ഭരണകൂടം എന്ന് പറയുന്നത് പരസ്പരം ബന്ധം, നല്ല ബന്ധം, സുഹൃദവും സുഭദ്രവുമായ ബന്ധം സൂക്ഷിക്കുന്ന ജനങ്ങളുടെ കമ്മ്യൂണിറ്റി എന്ന രീതിയിലാണ് അദ്ദേഹം ഭരണത്തെ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം രണ്ട് രീതിയിൽ ആ ഒരു മദീനയെ, ആ തരത്തിലുള്ള ഭരണത്തെ വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും. അൽ മദീന അത്താമ, അതായത് മുഴുവൻ പരിപൂർണമായ മദീന എന്നും, അതുപോലെ തന്നെ അൽ മദീന നാഖിസ, അതായത് വളരെ കുറച്ച് ദുർബലമായ ഇൻപെർഫെക്റ്റായ അത്രത്തോളം പരിപൂർണമല്ലാത്ത ഒരു സ്റ്റേറ്റും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അദ്ദേഹം ചില ക്രൈറ്റീരിയൻ മുന്നിൽ വെക്കുന്നതായി കാണാൻ കഴിയും. ഒരു എമർജൻസി, വളരെ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ 4000-ത്തിലധികം സൈന്യന്മാരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റും, അതുപോലെ തന്നെ വളരെ ആവശ്യമായ കർഷകരും
അതിന് ഒരു രാഷ്ട്രം നിലനിൽക്കാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നതിന്, പരിപൂർണമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നതിന് അദ്ദേഹം അൽ മദീന താമ എന്നാണ് വിളിക്കുന്നത്. ഈ പറയുന്നതിൽ കുറവ് വരികയാണെങ്കിൽ അദ്ദേഹം അതിനെ അൽ മദീന നാഖിസ, അതായത് കുറവുള്ള ഇംപെർഫെക്റ്റായ മദീന എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇമാം എന്നാൽ ആ ഒരു മദീനയുടെ ഇമാം എപ്പോഴും വളരെ പെർഫെക്റ്റായ, വളരെ മുഹ്സിനായ, കാമിലായ ഒരാളായി മാറണം എന്നാണ് അദ്ദേഹം ഈ കാര്യത്തിൽ ക്രൈറ്റീരിയ ആയിട്ട് മുന്നിൽ വെക്കുന്നത്. ഈ സാഹചര്യത്തിൽ മദീന എന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റും കൂടുതൽ ഭദ്രതയോടുകൂടി നിലനിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ പറയുന്ന മദീനയുടെ രാഷ്ട്രീയ സാമൂഹ്യ നിലനിൽപ്പിന് അവിടെ നീതിയുടെയും അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ സന്ധികളുടെയും നിലനിൽപ്പിന് ആവശ്യമായ അഭിപ്രായ രൂപീകരണം നടത്തുന്ന ആൾക്കാരുടെ സാന്നിധ്യം വളരെ അനിവാര്യമാണ്. ഇവരുമായിട്ടുള്ള കൂടിയാലോചനകളിലൂടെയാണ് ഭരണ സംവിധാനം കൂടുതൽ ശക്തിയായി നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ സാഹചര്യത്തെ, സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തെ നിലനിർത്തുകയും വളരെ അനിവാര്യമായ സാഹചര്യങ്ങളിൽ കൂടിയാലോചന സംവിധാനങ്ങളിലൂടെ അധികാരം നിലനിർത്തുകയും ചെയ്യുന്ന ആ ഇമാമെന്നും ചിലപ്പോൾ അദ്ദേഹം മലിക്കും എന്നും വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം 7ഓളം മൂല്യങ്ങൾ, പ്രധാനപ്പെട്ട മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ഈ ഇമാമിന് കഴിഞ്ഞില്ല എങ്കിൽ ഈ ഭരണകർത്താവ് നാട്ടുകാർക്കൊരു ഭാരമായി മാറുകയാണ് ചെയ്യുക എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഷജാ, വളരെ ധീരത, അതുപോലെ തന്നെ സമാഹ, ജനങ്ങളോട് സഹിഷ്ണുതയും സഹാനുഭൂതിയും കാണിക്കുന്നവൻ, അതുപോലെ തന്നെ ഹിക്മ, വിവേകവും യുക്തിജ്ഞാനവുമുള്ള ആൾ, ഇസ്സത്ത്, അതുപോലെ തന്നെ ഇഫത്ത്, മോറൽ അതോറിറ്റി, ഇൻറ്റഗ്രിറ്റി ഉള്ള ആൾ എന്ന നിലയിൽ, ഫസാഹ, സംസാരം കൂടുതൽ സുന്ദരമായും ജനങ്ങൾക്ക് കൂടുതൽ ആഴത്തിലും ലളിതവുമായും മനസ്സിലാക്കാൻ കൊടുക്കാൻ കഴിയുള്ള വ്യക്തി എന്ന ഒരു രീതി. അതുപോലെ തന്നെ ദിയാന, കൂടുതൽ ഭയഭക്തി ഉള്ള ആൾ, അതുപോലെ തന്നെ അമൽ സാലിഹ്, നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന നല്ല സ്വാലിഹായ മാനേഴ്സ് ഉള്ള ഒരു ആൾ. ഈ പറയുന്ന വാല്യൂകൾ, മൂല്യങ്ങൾ ഇല്ല എങ്കിൽ സ്വാഭാവികമായും ആ മദീനയിൽ, ആ ഒരു ഭരണ സംവിധാനത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുക സ്വാഭാവികമാണ് എന്നാണ് ഷാ വലിദ് ദഹ്ലവി പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഭരണകർത്താവിൻ്റെ, ഒരു ഇമാമിൻ്റെ മറ്റൊരു മൂല്യമായി അദ്ദേഹം പറയുന്നത് ഡിഗ്നിറ്റി, അതുപോലെ തന്നെ പ്രസ്റ്റീജ്. അത് വളരെ അനിവാര്യമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു. ജാഹ് വളരെ അനിവാര്യമാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിൽ ഭരണകർത്താവിനെക്കുറിച്ചും ഭരണകൂടത്തെക്കുറിച്ചും നല്ല ഡിഗ്നിറ്റി, അഭിമാനബോധം ഉണ്ടാക്കുക എന്നത്, വളരെ യാഥാർത്ഥ്യം നിറഞ്ഞ അഭിമാനം ഉണ്ടാക്കുക എന്നത് ഒരു ഭരണകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഘടകമായിട്ടാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ തരത്തിൽ ഭരണകർത്താവിനെ കുറിച്ചിട്ടുള്ള നല്ല അഭിമാനം സൃഷ്ടിക്കുന്നത് ഭരണമേഖലയെ കൂടുതൽ പരിപൂർണതയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കൂടാതെ ഒരു ഭരണ സംവിധാനം നിലനിർത്തേണ്ട ആവശ്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ എന്ന നിലയിൽ, അതുപോലെ തന്നെ ഈ മിലിറ്ററി ജനറൽ എന്ന നിലയിലും, പോലീസ് ഓഫീസർ, ഖാദി, ഷെയ്ഖുൽ ഇസ്ലാം, ഹാക്കിം എന്ന നിലയിലും, അതുപോലെ തന്നെ ഹക്കീം, വിവിധ മേഖലകളിലെ വിൽപ്പത്തി ഉണ്ടായ ഒരു നേതാവിൻ്റെ, ഒരു പണ്ഡിതൻ്റെ ആവശ്യവും, ഷെയ്ഖുൽ ഇസ്ലാം മതകാര്യ വകുപ്പിൻ്റെ നേതാവാണെങ്കിൽ, അതുപോലെ തന്നെ വിവിധ സയൻസിൽ വിൽപ്പത്തിയുള്ള പണ്ഡിതന്മാരുടെ കൂട്ടായ്മയും വേണമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഭരണകർത്താവിന് പ്രൈവറ്റ് സെക്രട്ടറിയുടെ ആവശ്യം, വക്കീലിൻ്റെ ആവശ്യകതയും കാര്യങ്ങളെ ഭരണമേഖലയിലെ വിവിധ കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്യുവാനും, അതുപോലെ തന്നെ വിവിധ ടാക്സുകളും ഇൻകം കാര്യങ്ങളും എക്സ്പെൻസും എല്ലാം കൃത്യമായ അളവിൽ തീരുമാനിക്കാനും ആവശ്യമായ പ്രൈവറ്റ് സെക്രട്ടറിയെയും അനിവാര്യമാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ഖിലാഫത്ത് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ ചിന്തകളിലെ പ്രധാന ഭാഗങ്ങളൊന്നായ ഖിലാഫത്തിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്.
ഖിലാഫത്ത് എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബേസിക്കായ അനിവാര്യമായ ആവശ്യകതയായിട്ട് അദ്ദേഹം ചിത്രീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത് ഖിലാഫത്തിൻ്റെ ആവശ്യകത എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ പ്രതിരോധം, അതുപോലെ തന്നെ നീതിയുടെ നടത്തിപ്പ് എന്നത് കൂടുതൽ സുഭദ്രമായി നടപ്പിലാക്കാൻ പറ്റുന്ന സംവിധാനം എന്ന നിലയിൽ ഖിലാഫത്തിനെ അദ്ദേഹം കാണുന്നു. അതുപോലെ തന്നെ ഖിലാഫത്ത് എന്നാൽ ഒരു ഇസ്ലാമിൻ്റെ വ്യാപനത്തെയും ഇസ്ലാമിൻ്റെ നടത്തിപ്പിനെയും ഇസ്ലാമിൻ്റെ സ്ഥാപനത്തെയും അത് കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന ഒരു ശക്തിയായിട്ടും അദ്ദേഹം ഖിലാഫത്തിനെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഖിലാഫത്ത് ഇല്ലാതെ ഇസ്ലാമിൻ്റെ വ്യാപനത്തെയും ഇസ്ലാമിൻ്റെ സ്ഥാപനത്തെയും നടപ്പിലാക്കാൻ കഴിയുകയില്ല എന്നാണ് ഷാവിർദ ദഹ്ലവി അഭിപ്രായപ്പെടുന്നത്. ഈ തരത്തിൽ ഖിലാഫത്ത് എന്നത് ഫർള് കിഫായ, അതായത് സാമൂഹിക ബാധ്യതയായിട്ടാണ് ഖിലാഫത്തിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്. ഖിലാഫത്തിനെ കുറിച്ച് രണ്ട് രീതിയിലുള്ള കാഴ്ചപ്പാട് അദ്ദേഹം മുന്നിൽ വെക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത് ഖിലാഫ ലാഹിരിയ, രണ്ടാമത് ഖിലാഫ ബാത്തുനിയ. സാധാരണ ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തകന്മാർ ഈ വിവേചനം നടത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയില്ല. എന്നാൽ ഷാവിർദ ദഹ്ലവി ഈ രണ്ട് തരത്തിൽ ഖിലാഫയെ വിശദീകരിക്കുന്നതായി കാണുവാൻ കഴിയും. അതായത് ഖിലാഫ ലാഹിരിയ എന്ന് വെച്ചാൽ സ്വാഭാവികമായും ഭൂമിയിലെ വിവിധ തരത്തിലുള്ള രാഷ്ട്രീയപരമായ നേതൃത്വത്തെയും ഭരണ സംവിധാനത്തെയും നീതി നടപ്പിനെയും അതിനെയാണ് ഖിലാഫ ലാഹിരിയ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്നാൽ ഖിലാഫ ബാത്തിനിയ എന്ന് പറയുന്നത്, ഖിലാഫ ലാഹിരിയ എന്നത് അതുപോലെ നീതിയുടെ നടത്തിപ്പ്, അതുപോലെ തന്നെ ജിഹാദുമായി ബന്ധപ്പെട്ടത്, മുസ്ലിം സമൂഹത്തിൻ്റെ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ എംബസികളുമായിട്ടുള്ള നിരവധി ബന്ധം, ഈ തരത്തിലുള്ള രാഷ്ട്രീയ അന്താരാഷ്ട്രീയ ദേശീയ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്ന തരത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തെയാണ് അദ്ദേഹം ഖിലാഫ ലാഹിരിയ എന്ന് വിശദീകരിക്കുന്നതെങ്കിൽ, അതേസമയം തന്നെ ഖിലാഫ ലാഹിരിയ എന്ന് അദ്ദേഹം പറയുന്നത് ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ ഇടപെടുകയും ഖുർആൻ ഹദീസ് പോലുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്ന രീതിയിൽ സമൂഹത്തിൽ ഇടപെടുകയും ചെയ്യുന്ന വിവിധ പണ്ഡിത ലോകത്തെ, അതുപോലെ തന്നെ അദ്ദേഹം അതിന് സൂഫി പണ്ഡിതന്മാരെയും കൂടി ഉൾപ്പെടുത്തുന്നതായി കാണുവാൻ കഴിയും, മുത്തക്കല്ലിമുകളെയും ഉൾപ്പെടുത്തുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ തരത്തിൽ പണ്ഡിത ലോകത്തെ ഒരു മുസ്ലിം സൊസൈറ്റിയുടെ ആത്മീയ വൈജ്ഞാനിക വളർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരെ ഈ തരത്തിൽ ഖിലാഫ ബാത്തുനിയ എന്ന പദത്തിലേക്ക് അദ്ദേഹം വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഖിലാഫ എങ്ങനെയാണ് നടപ്പിലാക്കപ്പെടുന്നതെന്നും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ബൈഅത്തിലൂടെ ഒരു പൊതു പ്രതിജ്ഞയിൽ കൂടി നടക്കുന്നു എന്നത് ഒന്നാമത്തെ ഭാഗം. സാധാരണ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുത്ത രീതിയിൽ ആ ബൈഅത്തിലൂടെ നടക്കുന്നു. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് ഉദാഹരണം എടുത്തുകൊണ്ട് അധികാരത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഖലീഫ അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ചുകൊണ്ട് ആ ഒരു തരത്തിലും ഖലീഫയെ തിരഞ്ഞെടുക്കാൻ പറ്റുമെന്ന് അദ്ദേഹം പറയുന്നു. മൂന്നാമത് ഷൂറ സംവിധാനത്തിൽ കൂടി ഉമർ റളിയല്ലാഹു അൻഹു തന്നെ അദ്ദേഹം ഒരു ഷൂറ സംവിധാനത്തിന് സാധ്യതയെ ഒരുക്കുകയും ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എങ്ങനെയാണോ തിരഞ്ഞെടുത്തത് ആ ഒരു രീതിയിൽ ഷൂറ സംവിധാനത്തിൽ കൂടി ഇത് എടുക്കുകയും ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ശക്തനായ ഖിലാഫത്തിന് മുഴുവൻ ക്വാളിറ്റിയുള്ള ഒരാളുടെ ശക്തിപ്രയോഗത്തിൽ കൂടെയും അങ്ങനെയും ഖിലാഫത്തിൻ്റെ രൂപീകരണത്തിന് സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒരു ഖലീഫയുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റികൾ, അനിവാര്യത, ക്രൈറ്റീരിയകളും കൂടി അദ്ദേഹം വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും ഒരു ഖലീഫ എന്നത് ആദ്യത്തെ ക്രൈറ്റീരിയ എന്നത് അദ്ദേഹം ഒരു മുസ്ലിം ആയിരിക്കണം. സ്വാഭാവികമായും നോൺ മുസ്ലിമായ ഒരാൾക്ക് ഒരിക്കലും ഇസ്ലാമിൻ്റെ ഖിലാഫത്തിൻ്റെ അടിസ്ഥാന രീതികൾ നടപ്പിലാക്കുവാൻ കഴിയില്ല. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സംഭവങ്ങളെക്കുറിച്ചും ആ വിവരങ്ങളെക്കുറിച്ചും നല്ല വിവരം ഇല്ലാത്ത ഒരാൾക്ക് സ്വാഭാവികമായും ഖിലാഫത്തിൻ്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. രണ്ടാമതായി ഖലീഫ എന്നത് സ്വാഭാവികമായും മാനസികമായ എല്ലാ തരത്തിലുമുള്ള വളർച്ചയെത്തിയ, എല്ലാ മെച്യൂർഡായ, കൂടുതൽ വ്യക്തിത്വ മികവുള്ള ഒരാളായിരിക്കണമെന്ന് അദ്ദേഹം
വിശദീകരിക്കുന്നുണ്ട്. മൂന്നാമതായി അദ്ദേഹം പറയുന്നത് പുരുഷനാവുക എന്നത് പ്രധാന ഭാഗമായി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാലാമതായി ഒരു ഫ്രീ മാൻ, ഒരു തരത്തിലുമുള്ള ബന്ധനങ്ങൾക്കും അടിമയാകാത്ത, ഒരു തരത്തിലുമുള്ള സപ്രഷനും അടിമയാവാത്ത ഫ്രീ മാൻ, സ്വതന്ത്രനായ ഒരു മനുഷ്യനായിരിക്കണം എന്നാണ് അദ്ദേഹം ഖലീഫയുടെ ക്വാളിറ്റിയായി വിശദീകരിക്കുന്നത്. അഞ്ചാമത് അദ്ദേഹം മുന്നിൽ വെക്കുന്നത് ശക്തനായ, ധീരനായ, ഏതൊരു സാഹചര്യത്തിലും എന്ത് പ്രതിസന്ധിയും നേരിടാൻ കഴിയുന്ന ഒരാളാവണം എന്ന് ഖലീഫയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നാലാമതായി ഏതൊരു സാഹചര്യത്തിലും സ്വന്തമായ ഒരു അഭിപ്രായം മുന്നിൽ വെക്കാൻ പറ്റുന്ന, ആ അഭിപ്രായത്തെ സ്ഥാപിക്കാൻ കഴിവുള്ള ദീർഘവീക്ഷണമുള്ള ഒരാളാവണം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഏഴാമതായി ഒരു തരത്തിലുമുള്ള ദുർമാർഗങ്ങൾ സ്വീകരിക്കാത്ത, അതുപോലെ തന്നെ ഒരു മടിയുമില്ലാത്ത, മടി പ്രകടിപ്പിക്കാത്ത, എപ്പോഴും നല്ല അനുഭവ സമ്പത്ത് സ്വീകരിക്കാൻ താല്പര്യമുള്ള, അതിനുവേണ്ടി പൊരുതുന്ന ഒരാളാവണം, എപ്പോഴും ആക്റ്റീവായ ഒരാളാവണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവനും നല്ല കീർത്തിയുള്ള, നല്ല സ്വഭാവ സവിശേഷതകൾ കൊണ്ട് ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട ഒരാളാവുക എന്നതും അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ എട്ടാമത്തെ സ്വഭാവ സവിശേഷതയായി അദ്ദേഹം വെക്കുന്നത് കബായിറാവട്ടെ സഗായിറാവട്ടെ, ചെറുതോ വലുതുമായ എല്ലാത്തരം പാപങ്ങളിൽ നിന്നും പൊതു ഇടപാടുകളിൽ നിന്നും ഒരു തരത്തിലുള്ള കുറ്റങ്ങളും അദ്ദേഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സുന്ദരമായ ഒരു സ്വഭാവ സവിശേഷതയുള്ള ഒരാളാവണമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒമ്പതാമതായി ഒരു ഖലീഫയുടെ ഗുണമായി അദ്ദേഹം വിശദീകരിക്കുന്നത് പണ്ഡിതനാവുക എന്നുള്ളതാണ്. വിവരങ്ങളെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ വിവിധ വൈജ്ഞാനിക വ്യവഹാരങ്ങളെക്കുറിച്ച് ആഴത്തിൽ ധാരണ ഉണ്ടാവുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു മുജ്തഹിദിൻ്റെ പൊസിഷനിലേക്ക് ഒരു ഖലീഫ എത്തിച്ചേരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സ്വതന്ത്രനായ ഇമാം ഷാഫി, അതുപോലെ തന്നെ അബൂ ഹനീഫ എന്നതുപോലെ സ്വതന്ത്രനായ മുജ്തഹിദ് ആവാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഇൻഡിപെൻഡ് അല്ലെങ്കിൽ പോലും ഒരു അസോസിയേറ്റായ, ഏതെങ്കിലും ഒരു കാഴ്ചപ്പാട്, ഒരു ഇജ്തിഹാദിൻ്റെ കഴിവ് പ്രകടമാക്കാൻ കഴിയുന്ന ഒരാളായി മാറുക. അതായത് അൽ മുജ്തഹിദുൽ മുന്തസിബ് എന്ന തരത്തിൽ, അല്ലെങ്കിൽ അൽ മുജ്തഹിദുൽ മുഖല്ലിദ്, ഒരു സംവിധാനത്തോട് ചേർന്ന് നിന്നാണെങ്കിൽ പോലും ഇജ്തിഹാദിൻ്റെ കഴിവുകൾ ആക്കാൻ കഴിയുന്ന ഒരാളാവണമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ അവസാനം എന്ന നിലയിൽ അദ്ദേഹം പറയുന്ന ഖുറൈശി ട്രൈബിൽ നിന്ന് തന്നെ വേണം. കാരണം ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഈ കാര്യം പ്രധാനമായും എടുത്ത് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഖുറൈശി എന്ന് പറയുന്ന നിബന്ധനയെ അദ്ദേഹം ചർച്ച ചെയ്യുന്നത് കാണാൻ കഴിയും. കാരണം ഒരുപക്ഷെ അതേ എപ്പോഴും എന്നേക്കുമായിട്ടുള്ള ഒരു നിബന്ധനയായി അദ്ദേഹം വെക്കുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ ക്വാളിറ്റികൾ കൂടുതൽ പ്രകടമായിരുന്നത് ഖുറൈശികളായതുകൊണ്ടാവാം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ പറയുന്ന ഗുണങ്ങളല്ലാതെ തന്നെ വിവിധ വൈജ്ഞാനിക മേഖലകളിലെ വിൽപ്പത്തിയെയും ആവശ്യമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും. അതായത് ഖുർആനെക്കുറിച്ചും ഹദീസുകളെക്കുറിച്ചും ഹദീസിൻ്റെ വിവിധ വൈജ്ഞാനിക ശാഖകളെക്കുറിച്ചും അതുപോലെ തന്നെ ഇസ്ലാമിലെ ഫുഖഹാക്കളും ഫിഖ്ഹിനെ കുറിച്ചുമുള്ള അതിലെ പോലുള്ള വിവിധ വൈജ്ഞാനിക മേഖലകളെക്കുറിച്ചും നല്ല ധാരണ ഉണ്ടാവുക, അറബി ഭാഷയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വിവിധ ലോകങ്ങളെക്കുറിച്ചുമുള്ള നല്ല വിവരമുണ്ടാവുക, അതുപോലെ തന്നെ ഏത് പ്രശ്നത്തെയും എങ്ങനെ നേരിടാൻ കഴിയുകയും അതിൽ നിന്ന് പരിഹാരങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ കഴിവുണ്ടാവുക എന്നതൊക്കെയും ഖലീഫയുടെ ക്വാളിറ്റി ആയിട്ടും ഷാവുലിദ ദഹ്ലവി പല ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇതുപോലെ തന്നെ ഒരു ഭരണകർത്താവ് വഴിതെറ്റാനിടയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന രീതിയിലും ഷാവുലിദ ദഹ്ലവി ചർച്ച ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒരു ഭരണകർത്താവിൻ്റെ, ഒരു ഖലീഫയിൽ കുഴപ്പങ്ങൾ കണ്ടാൽ പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ചർച്ച, അതായത് അതിനൊരു അവധാനത വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അത് കൂടുതൽ ഫിത്നയിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുകൾ ഫിത്നയിലേക്ക് പോകുന്നതിന് പകരം, അതായത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സംഭവങ്ങൾ പാലിക്കുന്ന ഒരാളാണെങ്കിൽ
അയാൾക്കെതിരെ വാളെടുക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ഹദീസുകൾ ഷാവുൽ ദഹ്ലവി വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സംഭവങ്ങൾ നിഷേധിക്കുകയും അധർമ്മിയായി ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്കെതിരെ ആയുധമെടുക്കാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് ഷാവുൽ ദഹ്ലവി പറയുന്നു. അത് അനിവാര്യമായിട്ട് തന്നെയാണ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ സ്വാഭാവികമായും ഖിലാഫത്ത് എന്ന ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായ സംഭവങ്ങൾ ഉണ്ടാവുകയും ഇസ്ലാമിന് തന്നെ അത് പോറലേൽപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഷാവുൽ ദഹ്ലവി ഈ പറയുന്ന ഭരണകർത്താവിൻ്റെ ജീവിത രീതിയെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത്. ഇങ്ങനെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സംഭവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചും അതിലൊരു നാഷണൽ ബിൽഡിങ്ങിനെ കുറിച്ചും ഒരു ദേശ സമൂഹത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ സ്വാഭാവികമായും ഷാവുൽ ദഹ്ലവിയുടെ ചിന്തകൾ തന്നെ ആവാം. 18-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഷാവുൽ ദഹ്ലവിയുടെ ചിന്തകൾ തന്നെ 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച സയ്യിദ് അബുൽ അല മൗദൂദിയുടെ ചിന്തകളും കൂടുതൽ പ്രകടമായി എന്നത് വളരെ സ്വാഭാവികമായൊരു കാര്യമായിരുന്നു. അതായത് വ്യക്തി, കുടുംബം, അതുപോലെ തന്നെ സമൂഹം, നഗരം, രാഷ്ട്രം എന്ന് പറയുന്ന ചിന്തയിൽ നിന്ന് ചിന്ത മൗലാന മൗദൂദി വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം എന്ന് പറയുന്ന ചിന്തയിലേക്ക് മാറ്റിയെടുത്തു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഇതുകൊണ്ട് തന്നെ മൗലാന മൗദൂദിയുടെയും ഷാവുൽ ദഹ്ലവിയുടെയും ചിന്തകളിൽ കൂടുതൽ സാമ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഷാവുൽ ദഹ്ലവി തകർന്നുകൊണ്ടിരുന്ന ഒരു മുസ്ലിം അതോറിറ്റിയെ, മുഗൾ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു മുസ്ലിം അതോറിറ്റിയെ കൂടുതൽ താങ്ങി നിർത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിനു വേണ്ടി തന്നെ അദ്ദേഹം നിരവധി കത്തുകൾ എഴുതുകയും അവിടെ ഉണ്ടായിരുന്ന ഭരണകർത്താക്കൾക്ക് നിരന്തരം ഉപദേശ നിർദ്ദേശങ്ങൾ നടത്തുകയും മുസ്ലിം അതോറിറ്റിയുടെ കീഴിലുള്ള സമൂഹത്തെ കൂടുതൽ നന്മയിലേക്ക് നയിക്കുക എന്ന രീതിയിൽ ഖുർആനുമായും ഹദീസുമായും അതുപോലെ തന്നെ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട വിവിധ രചനകൾ നടത്തുകയും സാമൂഹികമായ അനൈക്യത്തെക്കുറിച്ച് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ ഭരണ സംവിധാനത്തിൻ്റെ സുന്ദരമായ നടത്തിപ്പിന് വേണ്ടി പുറത്തു നിന്നുള്ള ഒരു മുസ്ലിം ഭരണാധികാരിയായി വിളിച്ചു വരുത്തുകയും മുസ്ലിം മൊണാർക്കിയെ അവരുടെ രാഷ്ട്രീയാധികാരത്തെ സംരക്ഷിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത ആളാണ് ഷാവുൽ ദഹ്ലവി. ഈ തരത്തിൽ ഇസ്ലാമിക ലോകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയിൽ വളരെ വ്യക്തവും സ്വാധീനവും നിറഞ്ഞ ചിന്തകൾ സമ്മാനിച്ച പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് ഷാവുൽ ദഹ്ലവി. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കൂടുതൽ പഠിക്കുകയും അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹത്തിന് ശേഷം വന്ന ഇസ്ലാമിക പണ്ഡിതന്മാരിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ സ്വാധീനം കൂടുതൽ അപഗ്രഥനം ആവശ്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.